ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഒരു സ്റ്റാർട്ടപ്പിന് പിന്നിലുള്ള ഒരു കൂട്ടം യുവാക്കളാണ്. അവരുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ടറിയാം. എന്താണ് ഈ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ, എവിടെ ആസ്ഥാനമായിട്ടാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് പ്രവർത്തിക്കുന്നത്? നമ്മൾ സാറ ബയോടെക് എന്ന സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പ് ഏകദേശം ഒരു 6 വർഷം മുന്നേ 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇൻക്യുബേഷൻ സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മളുടെ സ്പൈറലിന ചോക്കോ കുക്കീസ് എന്ന പ്രൊഡക്റ്റ്. അത് ആൽഗെ ബേസ്ഡ് ആയിട്ടുള്ള കുക്കീസ് ആയിരുന്നു. അങ്ങനെ വളരെ എന്താണ് ഈ ഒരു കുക്കീസിൻ്റെ സ്പെഷ്യാലിറ്റി? കുക്കീസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡ് കുക്കീസാണ്. ഒരു മീൽ റീപ്ലേസ്മെൻറ്റ് കുക്കീസ് ആയിട്ടാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമുക്ക് ആൽഗയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഈ കുക്കീസ് കഴിച്ചാൽ മതി. ഈ കുക്കീസ് കഴിച്ചാൽ മതി. യു ക്യാൻ സ്കിപ്പ് ദ ബ്രേക്ക്ഫാസ്റ്റ് ബട്ട് നോട്ട് ദ ന്യൂട്രിയൻസ് എന്നാണ്. അപ്പോൾ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫാസ്റ്റ് മൂവിങ് ലൈഫിലോട്ട് വേണ്ട ഒരു കുക്കീസാണത്. പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനും എല്ലാ ഫൈബർ കണ്ടൻറ്റും വേറെ ലൈക്ക് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് ഇത്. അങ്ങനത്തെ ഒരു ഇതിന് പുറമെ മറ്റൊരു പ്രോഡക്റ്റ് കൂടി ഉണ്ടല്ലേ? അതെ. സോ ഇത് നമ്മളുടെ ഒരു 2 ഇയർ റിസർച്ചിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒബീലിയ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്. ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ കാർബൺ അബ്സോർബിങ് സിസ്റ്റം. നമ്മളിപ്പോൾ ഔട്ട്ഡോറിലാണെങ്കിലും ഇൻഡോറിലാണെങ്കിലും ഏർബൻ സ്പേസസിലാണെങ്കിലും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർബൺ അബ്സോർബ് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റം. അതായത് മോശം വായുവൊക്കെ മാറ്റി ശുദ്ധീകരിച്ച വായു നൽകും, അതല്ലേ? അതെ അതെ അതെ. അത് നമ്മൾ സ്മാർട്ട് സിറ്റീസ് ലൈക്ക് എസ്പെഷ്യലി മെട്രോ സിറ്റീസിലാണ് നമ്മളിത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ബയോമാസിനെ നമ്മൾ റീപർപ്പസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആക്കി മാറ്റുന്നതാണ് നമ്മളുടെ അടുത്ത സ്റ്റേജിലോട്ട്. അതായത് ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന കുക്കീസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ബയോമാസിനെ റീപർപ്പസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കുക്കീസും ബാക്കിയുള്ള നമ്മളുടെ വേറെ കുറച്ച് ചെയിൻസ് ഉണ്ട്, പ്രൊഡക്റ്റ് ചെയിൻ, അതിലോട്ടുള്ള മെയിൻ സോഴ്സ് ഓഫ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ അതാണ് നമ്മൾ രണ്ട് സംരംഭവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതെ അതെ. അതാണ് സാറ ബയോടെക് മുന്നോട്ട് വെക്കുന്ന സർക്കുലർ എക്കോണമി. അപ്പോൾ ഇതാണ് ഒബീലിയയുടെ ഒരു പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം, അതൊന്ന് വിശദീകരിച്ച് പറയാം. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വായിലുള്ള കാർബണ് ഈ ഒരു ആൽഗെ വെച്ചിട്ട് നമ്മൾ അബ്സോർബ് ചെയ്യും. ഈ ആൽഗെ മെച്യൂർ ആവുന്നിടത്തോളം കാർബൺ അബ്സോർബ് ചെയ്തെടുക്കും. ഈ ആൽഗാന്ന് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ. പായലാണ്. പായലിന് വളരെ അതായത് ടെക്നിക്കൽ വേർഡ്സുകൾ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഷുവർ. നമ്മളെ പായലിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് ആ പായൽ ഗ്രോ ചെയ്യുന്നിടത്തോളം കൂടെ നമ്മൾ വായുവിലുള്ള കാർബൺ അത് അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മിനി എയർ പ്യൂരിഫയർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ ഔട്ട്ഡോറിലും ഇൻഡോറിലും എല്ലാം വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ് ഇത് ചെയ്തത്. ഇപ്പോൾ ഔട്ട്ഡോറിലൊക്കെ വെക്കാൻ നമുക്കിപ്പോൾ ഭയങ്കര തലവേദനയും ഇതൊക്കെ ആയിട്ട് കോർപ്പറേറ്റ് ജോലികളിലൊക്കെ ഒരു ഭയങ്കര കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയും ക്ലോസ്ഡ് സർഫസൊക്കെ ആകുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ചും കൂടി നമ്മുടെ അറ്റ്മോസ്ഫിയർ ക്ലീനറാക്കി എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാണിച്ചു തരുന്ന ഒരു സിസ്റ്റമാണത്. ഇത് നമ്മൾ ഈ ഒരു ഓൾറെഡി ഇപ്പോൾ ഇൻഫോ പാർക്കിലാണെങ്കിലും നമ്മളെ സ്റ്റാർട്ടപ്പ് മിഷനിലുണ്ട്, ഇൻഫോ പാർക്കിലുണ്ട്, നമ്മൾ അലയൻസ്, ജെൻപാക്ട്, അങ്ങനെ പല പല മൾട്ടിനാഷണൽ കമ്പനീസ് ആസ് വെൽ ആസ് ഗവൺമെൻറ് പ്രോജക്ട്സിലും നമ്മളിത് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ട് എത്ര കാലമായി ഇപ്പം? ഇതിപ്പോൾ നമ്മളുടെ ഒരു റിസർച്ച് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 ഇയേഴ്സോളായി റിസർച്ച് ചെയ്യലാണ്. ഇതിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 8 മന്ത്സ്. ധാരാളം ആവശ്യക്കാരുണ്ടോ ഇതിന്? ഉണ്ട്. ഇത് നമ്മളുടെ മെയിൻ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ബിൽഡിങ്സ്, അതേപോലെ കോർപ്പറേറ്റ് ക്ലയൻസ്, അവർക്ക് അവരുടെ വർക്ക് എൻവയോൺമെൻറ്റിനെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാം, ലൈക്ക് അപ്ലിഫ്റ്റ് ചെയ്യാം. പിന്നെ സസ്റ്റൈനബിലിറ്റി, ലൈക്ക് അതാണ് നമ്മളൊരു കോർ ഏരിയ എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റിനെ എങ്ങനെ നമുക്ക് നമ്മളുടെ ഡൊമൈനിൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതും കൂടിയാണ് ഒരു എക്സാമ്പിളാണ് ഇത്. വായുമലിനീകരണം നല്ലപോലെ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണല്ലോ. അപ്പോൾ നന്നായിട്ട് ആവശ്യക്കാരുണ്ടല്ലേ? നല്ല പ്രോഡക്റ്റ് നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഓഫീസിലാണ്. ഇപ്പോൾ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ ബൂത്തായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ KSDMയിൽ നമ്മൾ റിസപ്ഷൻ ഡെസ്ക്, ഇൻഡോർ സീറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ മൾട്ടിനാഷണൽ കമ്പനിയായ അലയൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഡോർ സ്റ്റാൻഡ് ലോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു ചെയ്തിട്ടുള്ള കംപ്ലീറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ്. ഇപ്പോൾ ഇനി ടെക്നോപോക്കിനും മറ്റുള്ള കോർപ്പറേറ്റ് ഓഫീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. ഇനി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന മൂന്നാമത്തൊരു പ്രോഡക്റ്റ് ഇറക്കാൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇനിയിപ്പോൾ? ഓൾറെഡി നമുക്ക് ഇപ്പോൾ ആൽഗെ വെച്ചിട്ടുള്ള ഫ്യൂവൽ റിസർച്ച് ചെയ്തുകൊണ്ട്, അതേപോലെ പ്രോബയോട്ടിക്, അതായത്
നമ്മൾ ബ്രോയിലർ കോഴികൾ ഈ ആൽക്ക് ഫീഡ് ചെയ്തിട്ടുള്ള ഹൈ പ്രോട്ടീൻ ചിക്കൻ നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നമുക്ക് UAE-യിലൊക്കെ പ്രൊഡക്ഷൻ അതിൻ്റെ ഫാംസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വളരെ നന്ദി.